റഷ്യ യുക്രൈൻ സംഘർഷം കനക്കുന്നു. എണ്ണ വ്യവസായത്തിന് നേരെ കരിനിഴൽ വീഴ്ത്താൻ യുക്രൈൻ ശ്രമം നടത്തുന്നു. റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ ശക്തമായ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ഇതുമാത്രമല്ല, ഈ ആക്രമണത്തിൽ 12 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും രാജ്യത്ത് എണ്ണക്ഷാമം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആ പ്രധാന നഗരങ്ങളിൽ, റഷ്യയുടെ പ്രധാന നഗരത്തിലെ വ്യവസായ കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ 39 പേർക്ക് പരിക്കേറ്റതായി തന്നെ സിറ്റി മേയർ ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. റഷ്യയിലെ ഏറ്റവും അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാലയിൽ ഒന്നായ ടാനെക്കോ എന്ന ആ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്നുകൊണ്ട് റിഫൈനറിക്ക് മുകളിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ ടാറ്റ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ടെനേക്കോ റിഫൈനറി റഷ്യയുടെ പ്രധാന ഇന്ധന സ്രോതസ്സുകളിൽ ഒന്നാണ്. 2024 1.7 കോടി ടൺ അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച ഈ പ്ലാന്റിൽ നിന്ന് 27 ലക്ഷം ടൺ പെട്രോളിയം, 85 ലക്ഷം ടൺ ഡീസലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. റഷ്യയിൽ ഇന്ധനക്ഷാമം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുക്രൈന്റെ നടപടി എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, ഇന്ധന വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടെങ്കിൽ പോലും നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചതായാണ് റഷ്യൻ അധികൃതർ വിശദീകരണം. മുന്നണിയിലെ പോരാട്ടത്തിനൊപ്പം തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള റഷ്യൻ വ്യവസായ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിക്കുന്നുണ്ട്. റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് അതായത് ഇത്തരത്തിൽ ഇതിനുശേഷം നേരത്തെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയിലും ആശങ്ക ഉയർത്താൻ സാധ്യതയുണ്ട്. റഷ്യൻ എണ്ണ ഉൽപാദനവും ശുദ്ധീകരണവും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ എണ്ണ വിതരണത്തിലും അന്താരാഷ്ട്ര ക്രൂഡ് വിപണിയിലും പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നാശനഷ്ടത്തിന്റെ പൂർണ്ണ വ്യാപ്തി കുറിച്ചും ഇരുപക്ഷത്തു നിന്നും വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് റഷ്യയുടെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ആക്രമണത്തിന്റെ പരിധി കൂടുതൽ വ്യാപിക്കുകയാണ്. റഷ്യൻ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾ തുടർച്ചയായി തന്നെ ലക്ഷ്യമാക്കുന്നത് മോസ്കോയ്ക്ക് സൈനിക വെല്ലുവിളിക്കൊപ്പം തന്നെ സാമ്പത്തിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുക എന്നതാണ്. അതേപോലെ തന്നെ ടാറ്റർ സ്ഥാപനത്തിലെ ഉന്നത ആക്രമണം യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിന്റെ സൂചനയാണോ, അതോ റഷ്യയുടെ എണ്ണ വ്യവസായത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇനിയും ശക്തമാകുമോ എന്നതാണ് ചോദ്യം. മാത്രമല്ല, ഇനി ശ്രദ്ധിക്കേണ്ടത് മോസ്കോയുടെ മറുപടിയിലേക്കാണ് എന്നതും ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.